മൊണാലിസ ഭോസ്ലെയുടെ കല്യാണം കഴിഞ്ഞു. വരനും വധുവിനും ആശംസകൾ. ഇവരെന്തിനാ കേരളത്തിലോട്ട് കൊണ്ടുവന്നേ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്? ഇവർക്ക് ആരാ പറഞ്ഞു കൊടുത്തത് കേരളത്തിൽ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന്, ഇവിടെ സ്വർഗരാജ്യമാണെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഈ പൊങ്കിച്ചതിന് ജനന സർട്ടിഫിക്കറ്റ് അത് ഫേക്കാണ്, അത് വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ക്ഷമയെങ്കിലും കേരള പോലീസ് കാണിക്കണമായിരുന്നു. ഈ 18 വയസ്സ് തികയാത്ത, അതെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എട്ടും പൊട്ടും തിരിയാത്ത ഈ പെങ്കുച്ചിനെ പിടിച്ചോടത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കാര്യം ചെറുക്കൻ്റെ ഐഫോണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കേരളത്തിലുള്ള ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ഇവളെ പോറ്റാനുള്ള കഴിവുണ്ടോ, രണ്ടുപേർക്കുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ടോ എന്നൊക്കെ. ഇന്നലത്തെ വാർത്ത എന്തായിരുന്നു? മൊണാലിസ അല്ലെ മോനി ഭോസ്ലെയുടെ വിവാഹം കഴിഞ്ഞു. മോനി ഭോസ്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാനലുകൾ തന്നെ എല്ലാവരും പറഞ്ഞ് അത് വിശദമാക്കിയിട്ടുണ്ട്, അത് വിശദീകരിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. കുംഭമേളയുടെ സമയത്ത് തവളക്കണ്ണുള്ള ഒരു പെണ്ണിനെ പിടിച്ച്, വലിയ സുന്ദരിയാണ്, ലോകസുന്ദരിയാണ്, ഉർവശി മേനക, രംഭ തിലോത്തമ, മൊണാലിസ എന്നുള്ള പേരിലൊക്കെ ആക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മുടെ പ്രിയങ്കരനായ ബോച്ചയും ആ പെൺകുച്ചിനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് എന്തോ ഉദ്ഘാടനമൊക്കെ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പെൺകുച്ചിന്റെ ജാതകം എഴുതിയ ആളാണ് ഞാൻ. അത് അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തു. അധികം ആരും കണ്ടില്ല, കാരണം ഞാൻ അത്ര പ്രശസ്തനല്ലായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ചേർത്തിട്ടുണ്ട്, കണ്ടവർക്ക് കാണാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. പക്ഷേ ഇന്ത്യ ഒരു വൻ രാഷ്ട്രമാണ് കേട്ടോ. ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കും. ഇതൊക്കെ യൂറോപ്യൻസ് അറിഞ്ഞു കഴിഞ്ഞാണല്ലോ നമുക്ക് ഇനിയും കുറെ അവാർഡുകളൊക്കെ കിട്ടും. എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിന്റെ പേര് മാറ്റാനായിട്ട് മോനി ഭോസ്ലെ എന്നുള്ള ആ പേര് മാറ്റി അവർക്ക് ഒറ്റയടിക്ക് മൊണാലിസ ഭോസ്ലെ എന്നുള്ള പേരാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജനന സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു. കല്യാണം കഴിക്കാനായിട്ട് ഒരു ചെറുക്കനെ കിട്ടി. അവന്റെ അടി പ്രൂഫിന്റെ ഒന്നും ആവശ്യമില്ല. അവനെ കണ്ട ഒരു 10-35 വയസ്സ് തോന്നും. എങ്കിലും ഇവിടെ എല്ലാവരും പ്രബുദ്ധരായ ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ചേർന്ന്, എല്ലാം കൂടി അല്ല കേട്ടോ, ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ചേർന്ന് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ ജാതകം എഴുതിയാണല്ലോ, ബാക്കി ജാതകം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞു, ഇവര് കേരളത്തിലെ എവിടെയെങ്കിലും സെറ്റിൽ ആവുമെന്നൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, രണ്ടുപേരുടെ കയ്യിലും ഉണ്ടായിരിക്കും കേട്ടോ. അവന്റെ കയ്യിലിരിക്കുന്ന ഒരു ഐഫോൺ ഒക്കെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ഈ ഐഫോൺ എന്നൊക്കെ പറയുന്ന ഒരു വലിയ മഹാകാര്യമൊന്നും അല്ല ഈ കാലത്ത്. എന്തായാലും അവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവര് കേരളത്തിൽ സെറ്റിലാകാൻ പോവാണ്. സെറ്റിലായാൽ കൊള്ളാം. നമ്മൾ വിചാരിക്കുന്ന പോലെ, മലയാളികൾ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തവർ വിചാരിക്കുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്നത് അത്ര വലിയൊരു സെക്യുലർ രാജ്യമല്ല. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇവിടുന്ന് വിളിച്ചു പോകുന്നുണ്ട്, എല്ലാ ജാതികൾക്കും ഞങ്ങൾ റെസ്പെക്ട് കൊടുക്കും. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ ഒന്നായിട്ട് കാണുന്ന ഒരു സിസ്റ്റമാണ് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുയിസമാണ്, ഹിന്ദു മജോറിറ്റിയാണ്, അവരുടെ രാജ്യമാണ്. ആ കാര്യത്തിൽ നിന്ന് യാതൊരു സംശയം വേണ്ട. അത് കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവർക്കേ അറിയാവുള്ളൂ. നമ്മളിവിടെ എന്തൊക്കെ സെക്യുലറിസം പറഞ്ഞാലും പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുവാണോ അവർക്കൊരു പ്രാധാന്യം അവിടെ കിട്ടും. മൈനോറിറ്റി ഒക്കെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടി വരും. അവരതൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ, ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. ഞാൻ ഇവരുടെ കാര്യത്തിലേക്ക് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മാതൃ സംസ്ഥാനങ്ങളായ MP-യിലേക്കോ അല്ലെങ്കിൽ UP-യിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ സ്വർഗ്ഗസുഖം ഉണ്ടല്ലോ, സ്വർഗ്ഗരാജ്യവും ഈ സപ്പോർട്ടും ഒക്കെ അവിടെ ചെന്നാൽ കിട്ടില്ല. ഈ ചെറുക്കൻ തീർച്ചയായിട്ടും തല്ലിമടി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരുടെ കല്യാണം നടത്തി കൊടുത്ത പാർട്ടിക്കാര് കേരള സ്റ്റോറി, ഇതാണ് യഥാർത്ഥ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തു. കേരളത്തിലെ മലയാളം ചാനലുകളും കൊടുത്തു. അതുകൂടാതെ ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നാഷണൽ ചാനലുകളും ഹിന്ദിയിലും ഇംഗ്ലീഷും എല്ലാം ഈ മൊണാലിസയുടെ കല്യാണക്കാരുമാണ്. കേരളത്തിൽ അവർക്ക് സ്വർഗമാണ്, അവർക്ക് സുഖമാണ്, എല്ലാവരും അവളെ രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ചു. നമ്മുടെ ഈ സംസ്ഥാനത്തായിരുന്നു അവർക്ക് ഇതൊന്നും കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ ന്യൂസ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ് ഇവർ കളിക്കുന്നത്. ഇവർക്ക് ന്യൂസ് വേണം, എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അതിന്റെ കോൺസിക്വൻസസ്, പരിണത ഫലങ്ങൾ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇവരിതിനെക്കുറിച്ച് അവർക്കറിയാം, പക്ഷെ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്കതൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ന്യൂസ് വേണം. ഈ കേരള സ്റ്റോറി എന്ന പേരുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് BJP പാർട്ടിയും അവരുടെ അനുയായികളൊക്കെ അസ്വസ്ഥരാണ്. ഒരു സിനിമ ഉണ്ടാക്കി കേരളത്തില് വൻതോതിലുള്ള മതപരിവർത്തനം നടത്തുന്നു, ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹിന്ദു സ്ത്രീകളെ, പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ പ്രീണിപ്പിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുപോയിട്ട് മറ്റു പലതും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ സിനിമയുടെ തീം. ഈ തീമിനെതിരായിട്ട് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടി കേരളത്തിലുള്ളവർക്കും ചാനലുകാർക്കും. അവരതിനെ വെച്ചങ്ങലക്കി. പക്ഷെ ഒരു പൈസ, ഒരു കോയിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ കേൾക്കുന്നതൊക്കെ സുഖമുള്ളൊരു കാര്യം, രോമാഞ്ചം ഉണ്ടാകുന്ന കാര്യം. കേരളം, നമ്മൾ മലയാളികൾ ഇതാ 2 മതത്തിൽപ്പെട്ടവരെ ചേർത്ത് കൊടുത്തിരിക്കുന്നു, നമ്മൾ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്. അവർ പുറത്തേക്ക് പോവാണ്. നാളെ അവളുടെ സംസ്ഥാനമായ മധ്യപ്രദേശിൽ പോവുകയോ അവന്റെ സംസ്ഥാനമായ UP-യിൽ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അടി കിട്ടും, യാതൊരു സംശയം വേണ്ട. കാരണം അവിടെ കുറെ ആൾക്കാർ നോക്കിയിരിക്കുകയാണ് ഇവരുടെ കൊടുക്കാനായിട്ട്. പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നും ഈ 2 സംസ്കാരങ്ങൾ തമ്മിലൊന്നും ചേരത്തില്ല. ചിലരപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഷാരൂഖ് ഖാൻ ജീവിക്കുന്നില്ല, ഷാരൂഖ് ഖാന്റെ പേര് ഗൗരി എന്നല്ലേ, അവർ ഹിന്ദു അല്ലേ,
ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് കാണിക്കുമായിരിക്കും. അതൊക്കെ ആ ലെവലിലൊക്കെ നടക്കും. ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരന്റെ കാര്യമാണ്. 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ ചേരികളില് അല്ലെങ്കിൽ അവരുടെ ബസ്തികളില് ഈ പറഞ്ഞ മതമൈത്രിയൊന്നും നടക്കത്തില്ല. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ മോനി ഭോസ്ലെ അവർ 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. അങ്ങനെയാണ് ഫേമസ് ആയത് കുംഭമേളയിൽ. നല്ല കണ്ണുകളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേമസ് ആയി. ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിന് നല്ല കണ്ണുകളൊക്കെ വരുന്നത് എനിക്കിഷ്ടമാണ്. അതിനകത്ത് ഞാൻ അട്രാക്റ്റഡ് ആയില്ലെങ്കിൽ പോലും ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അന്ന് പറഞ്ഞിരുന്ന അവൾക്ക് 16 വയസ്സെന്ന്. ആ കൂട്ടത്തില് ചില ചാനലുകളൊക്കെ അവളെ കുറിച്ച് പറഞ്ഞിരുന്നു അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 21 ജനുവരിയാണെന്ന്. ഈ 21 ജനുവരിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ വരെ ഈ പെൺകുച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവളുടെ കല്യാണമായപ്പോൾ ഇവൾ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ പിൻവലിച്ചു. അന്ന് പലരും പറയുന്നുണ്ടായിരുന്നു ഇവൾ ജനിച്ച വർഷം 2009 ആണെന്ന്. ഇത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്റെ മകളുടെ പ്രായം സെയിം ആണ്. അവളും 2009 ഉണ്ടായതാണ്, ജനുവരി മാസത്തിലാണ്. അപ്പോൾ എന്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ. ഏതൊരച്ഛനും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമല്ലേ, ഒരു ചെറിയൊരു ഹാംലെസ് കമ്പാരിസൺ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഇത് ഓർക്കുന്നത്. ഇപ്പോൾ ഇതാ കേൾക്കുന്നു അവൾ 2008 ജനുവരി 1-ാം തീയതി ഉണ്ടായെന്ന്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടുന്ന് ഒപ്പിച്ചെന്ന് അറിയത്തില്ല. അവളുടെ അമ്മൂമ്മയ്ക്കോ അവളുടെ അമ്മയ്ക്കോ അപ്പനോ ആർക്കും തന്നെ ഈ മൊണാലിസ എന്നുള്ള പേര് അറിയത്തേയില്ലായിരുന്നു. കുംഭമേളയിൽ വന്നപ്പോൾ ആരൊക്കെയോ ഈ സോഷ്യൽ മീഡിയക്കാര് ക്യാമറയൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അവളുടെ പേര് മോനി മോന എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവരാണ് നിന്റെ കണ്ണുകൾ നല്ലതാണെന്ന് പറഞ്ഞ് മൊണാലിസ എന്നുള്ള പേരിട്ടതും അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുത്തതും. അതുവരെ ഈ അച്ഛനും അമ്മയ്ക്കും മൊണാലിസ ആരാന്ന് പോലും അറിയത്തില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെ അവരുടെ മകൾക്ക് മൊണാലിസ എന്നുള്ള പേരിടും? പക്ഷെ അവൾ ആധാർ കാർഡ് പുതുക്കിയപ്പോൾ അവളുടെ പേര് മൊണാലിസ എന്നായി. മോനി എന്നുള്ള പേര് മാറി. എങ്ങനെ മാറി? ആര് മാറ്റി? ഇവര് പേര് മാറ്റുന്ന കാര്യം ഗസറ്റിൽ പരസ്യം കൊടുത്തായിരുന്നോ? ഈ ഗസറ്റ് എന്നാന്ന് പോലും അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല. അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് 5/6/2025 ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് 5 ജൂൺ മാസം 2025 ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നല്ല പുതുപുത്തൻ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അവളുടെ കയ്യിൽ. ഇതാരെവിടുന്ന് ഇഷ്യൂ ചെയ്തു? ഇത് എവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നു? ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് BJP-ക്കാർ നോക്കിയോളും, അവർ കണ്ടുപിടിച്ചോളും. അവരിതെല്ലാം പോലീസിനെക്കാട്ടിലും സമർത്ഥമായിട്ട് പുറത്തു കൊണ്ടുവരും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി നമ്മുടെ ചെറുക്കന്റെ പേരോ മുഹമ്മദ് ഫർമാൻ. അതിനകത്ത് അവന്റെ ആധാർ കാർഡിൽ എഴുതിയിരിക്കുന്നത് MOH. പൊതുവെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിം യുവാക്കളെല്ലാം അവരുടെ പേരിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നും കൂടി ചേർക്കും. MD എന്നുള്ള അക്ഷരമാണ് അവർ മിക്കവാറും ചേർക്കാനുള്ളത്. അതല്ലെങ്കിൽ അവർ MOHD എന്ന് എഴുതും. അപ്പൊ എല്ലാവരും മുഹമ്മദാണ്. മുസ്ലിം യുവാക്കൾ എല്ലാവരും തന്നെ കൂടുതലും. ഇവിടെ MOH ഉള്ളൂ. ഞാനത് ആദ്യമായിട്ട് കാണുകയാണ് ഈ MOH എന്നുള്ളൊരു വാക്ക് ഈ പറഞ്ഞ ആധാർ കാർഡിൽ. പിന്നെ 2 പേരുടെ അഡ്രസ്സിൽ വീട്ടു നമ്പരൊന്നുമില്ല. ഒരു വില്ലേജിന്റെ പേര് മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പേരുടെ അച്ഛന്റെ പേര് ചേർത്താണ് അവരുടെ വീട്ടുപേര് ഇട്ടത്. നമ്മുടെ ചെറുക്കന്റെ വീട്ടുപേര് ജാഫർ ഹൗസ്, മൊണാലിസയുടെ വീട്ടുപേര് ജയ്സിംഗ് ഹൗസ്. ജയ്സിംഗ് അവളുടെ അപ്പന്റെ പേരാ. അപ്പന്റെ പേര് വെച്ച് വീട്ടുപേരും ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെയല്ല അവിടുത്തെ പഞ്ചായത്തുകളും അവിടുത്തെ പോസ്റ്റ് ഓഫീസുകളൊന്നും. ഏകദേശം 20-30 ഗ്രാമങ്ങളൊക്കെയാണ് അവരൊരൊറ്റ പോസ്റ്റ് ഓഫീസ് സർക്കിളിനകത്ത് കൊണ്ടുവരുന്നത്, ഒരൊറ്റ പിൻകോഡിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞൊരു ജാഫർ ഹൗസോ അതല്ലെങ്കിൽ ജയ്സിംഗ് ഹൗസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര എളുപ്പമൊന്നുമല്ല കണ്ടുപിടിക്കാനായിട്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചുകൊണ്ട് വരും വരുന്ന ദിവസങ്ങളിൽ. പിന്നെ ഇവിടെ ചില ചാനലുകാർ പറഞ്ഞ പോലെ, ചില യൂട്യൂബർമാർ പറഞ്ഞ പോലെ അവരുടെ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2015 പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന പെണ്ണിന്റെ പടം ഈ അടുത്ത കാലത്ത് എടുത്ത ഫോട്ടോ ആണ്. അതുകൊണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡാണെന്ന് പറയുന്നു. ആ ഒരു വാദം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ പഴയ ഒരു ആധാർ കാർഡ്, അതായത് ആ 2009-ലോ 10-ലോ അല്ലെങ്കിൽ 2008-ലോ ഒക്കെ ഉണ്ടായ ഒരു കുട്ടി, ആ കുട്ടിയുടെ ആധാർ കാർഡ് ഒരു പക്ഷേ 2012-ൽ 13-ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോൾ ഈ ആധാർ കാർഡ് പുതുക്കണം. പുതുക്കി കഴിയുമ്പോൾ പിന്നെ ചേർക്കുന്ന ഫോട്ടോ ആ സമയത്തുള്ള അപ്ഡേറ്റഡ് ഫോട്ടോ ആയിരിക്കും. പക്ഷേ ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്താണെന്നുള്ള കാര്യം ആധാർ കാർഡിൽ എഴുതിയിരിക്കും, ഏത് വർഷമാണെന്നുള്ളത്. അതുകൊണ്ട് അതിലത് വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ ആധാർ കാർഡ് കിട്ടാൻ വേണ്ടി ഇവരെന്ത് ഡോക്യുമെന്റ് ആണ് കൊടുത്തത് എന്നുള്ള കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ കേരള പോലീസും അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നേരത്ത് അവരാരും ആ ആധാർ കാർഡിലെ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാനോ ഈ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ നമ്പർ ജെനുവിൻ ആണോ ചെക്ക് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അവർക്ക് ഒരു ID പ്രൂഫായിട്ടൊരു സാധനം കിട്ടി, അവരതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു, അല്ലെങ്കിൽ സ്കാൻ ചെയ്തു, അതെടുത്ത് അതിന്റെ കൂടെ ചേർത്ത് വെച്ചു, അവർ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു, അമ്പലത്തിൽ കൊണ്ട് വെച്ച് കല്യാണം നടത്തി. ഇതിന്റെ നിയമവശങ്ങൾ, ഒരു ഇസ്ലാമിന് ഒരു അമ്പലത്തിൽ പോയിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഇവർ മറുമരുന്നും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം ആരും ഈ പറഞ്ഞ വിവരത്തിന്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ, അല്ലെ ഇന്ത്യയിലെ നിയമങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും തന്നെ നല്ല വിവരമുണ്ട്. അതുകൊണ്ട് ആരും അബദ്ധമൊന്നും കാണിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ അതിന്റെ മുകളിൽ ഓരോ ന്യായമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഈ പെങ്കൊച്ചിന് 18 വയസ്സായിട്ടില്ല എന്നാണ് നമ്മുടെ എല്ലാം സംസാരം. പക്ഷെ ഇവനോ, ഈ വരനോ, ഇവൻ കാണിച്ചിരിക്കുന്ന അവന്റെ പ്രായം 26 വയസ്സായിട്ടാണ്. ഈ ഫോട്ടോ കണ്ടല്ലോ, അവന്റെ നെറ്റിയിലോട്ടൊന്ന് നോക്കിയേ. അവന്റെ മുടി പുറകോട്ട് ചീകി കുറെ അങ്ങ് പോയി. ഈ മുഖലക്ഷണം കണ്ടാലറിയാം ഇവന് ഏറ്റവും കുറഞ്ഞത് 30 വയസ്സെങ്കിലും ഉണ്ട്. ഇവനെ ഏത് രീതി കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം ഞാനൊന്നും പറയുന്നില്ല. ഈ പെങ്കുച്ചി തന്നെ പറയുന്നുണ്ട് 6 മാസത്തിന് മേളിലായി ഇവരൊരു ബന്ധത്തിലാണ്, അതായത് റൊമാൻറ്റിക് റിലേഷനിലാണ്. അവൻ പ്രപ്പോസ് ചെയ്തില്ല, അവള് പ്രപ്പോസ് ചെയ്ത്, അതെന്തും ആയിക്കോട്ടെ. 18 വയസ്സാകാത്തൊരു പെണ്ണിനെ റൊമാൻറ്റിക് റിലേഷനിലേക്ക്
വളച്ചൊടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ തെറ്റാണ്. 2 ടീനേജേഴ്സ് 18 വയസ്സാകാത്ത 2 പേര് തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകുകയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഫെക്ഷൻ എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. പക്ഷേ 21 വയസ്സ് കഴിഞ്ഞുള്ള ഒരുത്തൻ, ഞാൻ പറയുന്നത് ഇവന് 30 വയസ്സ് കഴിഞ്ഞു, ആ വ്യക്തി ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മയക്കി കറക്കിയെടുത്തെങ്കിൽ വേറൊരു വകുപ്പ് വെച്ചുള്ള ശിക്ഷയ്ക്കും അർഹനാണ്. ഇപ്പൊ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ ശരി, അതവിടെ നിൽക്കട്ടെ. ഇവനോട് ആര് പറഞ്ഞു 18 തികയാത്തൊരു പെണ്ണിന്റെ പുറകെ പോകാനായിട്ട്? പിന്നെ വേറെ ആരെയും കിട്ടിയില്ലേ? എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഈ MP കിടന്ന ഈ പെങ്കൊച്ചിനോട് ആരാണ് കേരളം ദൈവത്തിന്റെ രാജ്യമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും സംസ്കാരമുള്ളവരാണ്, ഉന്നത സംസ്കാരമുള്ളവരാണ്, അവരെല്ലാം മതമൈത്രിയായിട്ട് നടക്കുന്നവരാണ്, കേരളം സ്വർഗമാണെന്നൊക്കെ ആരാ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്? അപ്പോൾ ഇതിന് പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്. വരുൺ ഫർമാൻ, അവൻ കേരളത്തിൽ കുറച്ചു നാളായിട്ട് സിനിമ ഫീൽഡിൽ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൻ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എടാ നീ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നോക്കാൻ ആളുണ്ട്, നിന്റെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് തരാൻ ആളുണ്ട്. അവനെ ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കേരള സ്റ്റോറി സിനിമയിൽ കണ്ട പോലെ ഈ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ മതം മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ കൊച്ചിന്റെ ഭാവി അത്ര സുരക്ഷിതമല്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. ചിലർ ചോദിക്കും എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വിവാഹം ആസ് ഓൺ ടുഡേ ഇതുവരെ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഭാഷയിൽ പറഞ്ഞ രജിസ്റ്റർ കച്ചേരിയിൽ ഇവർ രണ്ടുപേരും ഒപ്പിട്ടിട്ടില്ല. ഇത് അമ്പലത്തിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഈ പെങ്കൊച്ചിന് ഒരു കോടതി ചെന്നാലും ഒരു വാല്യൂ കിട്ടത്തില്ല. കാരണം അവൻ അന്യമതസ്ഥനാണ്. അവന്റെ ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരനുഗ്രഹിച്ച് അവർ ബ്ലെസ് ചെയ്യാത്ത ഒരു വിവാഹ ബന്ധമാണോ, ആ ബന്ധത്തിന് വിലയില്ല. അവൻ ഇനിയും കല്യാണം കഴിക്കാം, അവന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കാം, അവന് ജീവിക്കാം. ഈ പറഞ്ഞ ഈ ആദ്യത്തെ ഭാര്യയ്ക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ആധാർ എന്ന് പറയുന്ന സാധനം, ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആധാർ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ നിയമപ്രകാരം ഒരു ഏജ് പ്രൂഫ് അല്ല, അതൊരു ID പ്രൂഫാണ്. എങ്കിലും പ്രായത്തിന്റെ പ്രൂഫ് അല്ല. ഒരു സിനിമയെ തോൽപ്പിക്കാനായിട്ട്, ഒരു പാർട്ടിയുടെ ഐഡിയോളജിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ അവർ ഒരു അവസരം വിനിയോഗിക്കുകയായിരുന്നു. അത് വേണ്ടായിരുന്നു. കേരളത്തിലെ നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. കേരളത്തിലെ ജനങ്ങളുടെ വിവരത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. ആ കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊരിക്കലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവ് അയാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നമ്മളുടെ ജീവിതം കഴിക്കുന്നത്. അത് തമിഴ്നാട്ടിലെ സ്റ്റാലിനുണ്ട്, അല്ലെങ്കിൽ കരുണാനിധി, ജയലളിതയൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ ഹൈദരാബാദില്, ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ NT രാമറാവിന്റെ കുടുംബമുണ്ട്. ഇതൊക്കെ പോലെ കേരളത്തിൽ നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു പാർട്ടി നേതാവിനെ ഒരിക്കലും തലയെ കൊണ്ട് നടക്കാറില്ല. നമ്മുടെ കേരളത്തിന് മുകളിൽ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്, അഭിമാനത്തോടു കൂടി ഒരു അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം, നാം ചെയ്തത്, നമ്മുടെ കേരളത്തിലുള്ള നേതാക്കന്മാർ ചെയ്തത് ശരിയാണോ? ഈ പെണ്ണിനെ ഇപ്പൊ എത്ര ധൃതി വെച്ച് കെട്ടിച്ചു വിട്ടിട്ട് അത് TV ചാനലുകളിൽ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? കുറെ കൂടെയൊക്കെ ക്ഷമയോടെ നിന്നിട്ട് ഇവരുടെ ഡോക്യുമെന്റ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് ഇതെല്ലാം ജെനുവിനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി കൊടുത്താൽ പോരായിരുന്നോ? എന്തുകൊണ്ട് ഇവരിങ്ങനെ എടുത്തു ചാടി ഇത് ചെയ്തു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു മുസ്ലിം പയ്യനെ കൊണ്ട് ഹിന്ദു പെണ്ണിനെ കെട്ടിച്ചു, അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും കൂടുതൽ വോട്ട് ചെയ്യുമോ എന്നോ എനിക്കങ്ങനെ തോന്നുന്നില്ല.